വെൽക്കം ടു മൈ ചാനൽ. സോ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. സോ ഞങ്ങൾ ഇന്ന് പുറത്ത് പോവുകയാണ് എല്ലാവരും കൂടിയിട്ട്. ഞാൻ റെഡി ആയി കഴിഞ്ഞ് ബാക്കിയുള്ളവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ സ്റ്റേ ട്യൂൺ. 1 hour later. അവസാനം റെഡിയായി. ഇതാണ് ദിൽന, പിന്നെ ഇതാണ് എസ, സെസ. ഇവരൊക്കെ എൻ്റെ മാമൻ്റെ മക്കളാണ് കേട്ടോ. അവൾക്ക് പോകുന്ന സമയത്ത് മേഘമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആരോട് വരച്ചിട്ട പോലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും അത് കണ്ട് എൻജോയ് ചെയ്ത്. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിന് ഞങ്ങൾ കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ട്. 7 മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എപ്പോഴും ലേറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ 7 മണിയാകുമ്പോഴത്തേനും ഇരുട്ടായിട്ടുണ്ടാവും. പിന്നെ ബസ്സാണെങ്കിൽ 7:45 അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു പാർക്ക് ഉണ്ട് അവിടെ കുറച്ച് നേരം പോയിരിക്കാം. ബസ് വന്നതിന് ശേഷം നമുക്ക് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാർക്ക്. ഇറ്റ് വാസ് സോ ഗുഡ്. അവിടെ കുറേ പേര് നടക്കുന്നുണ്ട്, ബേബീസിനായിട്ട് വന്നിട്ടുണ്ട്. ഈ നമ്മളാദ്യത്തെ പാർക്ക് പോലെ കുറേ കളിക്കാനുള്ള ഐറ്റംസ് ഒന്നും അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. അവിടെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. പിന്നെ കുറച്ച് നടക്കാനുണ്ട് ഉള്ളിൽ. കുറേ ഒരു സൈഡിൽ എക്സസൈസിൻ്റെ സ്ഥലമുണ്ട്, ഒരു സൈഡിൽ ഷട്ടിൽ കോർട്ട് ഉണ്ട്, ബാസ്ക്കറ്റ് ബോളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ ഷട്ടിൽ കോർട്ട് അവിടെ ഉണ്ടായിട്ട് ബാസ്ക്കറ്റ് ബോളിൻ്റെ കോർട്ടിൽ പോയിട്ടാണ് ഷട്ടിലൊക്കെ കളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുട്ടികളൊക്കെ ഉള്ള കാരണം അന്ന് പാർക്കിലേക്ക് പോയി. അപ്പം തന്നെ ദിലിനെ ഓടി കയറി പോയി. ആ സാധനത്തിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് അവൾക്ക് കളിക്കണം എന്ന് പറഞ്ഞിട്ട് ചാടി കയറി അതിൻ്റെ മുകളിൽ കയറിയിട്ട് ആ സാർ അതിൻ്റെ ഇടയിൽ കുടുങ്ങി. എന്നിട്ട് അവൾ എന്നെ തള്ളി ഇങ്ങോട്ട് വന്നത്. ചെറുതിൻ്റെ വക ഓരോ തലകുത്തിമറിയലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എൻജോയ് ചെയ്ത് അവിടെ കുറച്ച് നേരം ഇരുന്നു. അവസാനം ഞങ്ങൾ ഇങ്ങോട്ട് എത്തി. ഞങ്ങൾ എന്നിട്ട് അവസാനം മാളിൽ കയറി. അപ്പോൾ ജലീൽക്കും വൈഫും കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജലീൽക്ക് വർക്ക് കഴിഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയി എല്ലായിടത്തും തിരിഞ്ഞ് നടക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇറങ്ങി. ഇതാണ് അവിടെ നോക്കുമ്പോൾ ഗ്ലാം ബ്യൂട്ടിയുടെ ഫ്രീ ആയിട്ട് മേക്ക് ഓവർ നടത്തുന്നവിടെ. അതിൻ്റെ അടുത്താണെങ്കിൽ ഭയങ്കര ക്യൂ ഉണ്ട്. അതുപോലെ വീക്കെൻഡ് ആയ കാരണം തന്നെ അത്യാവശ്യത്തിലധികം ജനങ്ങളും ഉണ്ട്. പിന്നെ ഞങ്ങൾ സഫോറയിലൊന്ന് പോയി. സഫോറയിൽ പോയിട്ട് ഒരു ഐറ്റം റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ സഫോറയിൽ പോയി അതൊക്കെ റിട്ടേൺ ചെയ്തിട്ട് വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഓസി എന്ന് പറഞ്ഞ ഒരു സ്റ്റോർ ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നല്ല ക്യൂട്ട് ഐറ്റംസ് ഉണ്ട്, ഫർണിച്ചർ ഐറ്റംസ്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മാനെ ഓർമ്മയായി. എൻ്റെ ഉമ്മക്ക് ഇതൊക്കെ ഭയങ്കര ക്രേസാണ്. അതൊക്കെ കഴിഞ്ഞ് കുറേ നടന്നപ്പോൾ ഞങ്ങൾക്ക് ദാഹിച്ചപ്പോൾ ഞങ്ങൾ ബോബ ടീ വാങ്ങി. അപ്പോൾ ബോബ കോഫി ഫ്ലേവറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഗുഡ്. അത് കഴിഞ്ഞപ്പോഴത്തേനും ജയിലും വൈഫൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ മൊമോസോയിൽ കയറി കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവിടെ എപ്പോഴത്തെയും പോലെ ഈ ക്യൂട്ട്നെസ് വാരിക്കൊരിയറിനെ പോലെയാണ് ആ സ്റ്റോർ. എന്ത് രസമെന്ന് പറയുക. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ നമുക്ക് ഇറങ്ങാൻ തോന്നില്ല. അങ്ങനെയായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കയറി. ഇവിടെ ആണെങ്കിൽ ഒരു വല്ലാത്ത ക്യൂ തന്നെ ഐസ്ക്രീം കഴിക്കണോടത്ത്. ചോക്ലേറ്റ് ഫ്ലേവർ എന്നൊരു 100 വട്ടം പറഞ്ഞിട്ട് വനീല ഫ്ലേവർ വാങ്ങി വന്ന കുരങ്ങ്. എനിക്കാണെങ്കിൽ വനീല ഫ്ലേവർ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലുള്ള കോല് ഞാൻ തിന്നിട്ട് ബാക്കി ഞാൻ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയി നോക്കുമ്പോൾ അൽബേക്കിൻ്റെ അവിടെ ഒരു വല്ലാത്ത ക്യൂ. ഇരിക്കാൻ പോലും സ്ഥലമില്ല. 3-4 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം അവസാനം ഞങ്ങൾക്ക് ഫുഡ് കിട്ടി. മറ്റേ 2 പേരും കൂടി എന്തൊക്കെയോ ഷോപ്പിംഗ് ചെയ്യാൻ പോയേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ പുറത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നവരെ. അവസാനം ജയിലിയും വൈഫും എത്തിയപ്പോൾ ഞങ്ങളെല്ലാവരും നേരെ ഫുഡ് കോർട്ടിലേക്ക് വിട്ടു. അവിടെ ആണെങ്കിൽ ഞാൻ വിചാരിച്ചൊരു ഹാഫേ ഉണ്ടാവുള്ളൂ. നോക്കുമ്പോൾ ഒരു ലോകം തന്നെ ഉണ്ട് ഫുഡ് കോർട്ട്. അവസാനം ഞങ്ങൾക്ക് ചെയർ കിട്ടി. ഞങ്ങളവിടെ ഇരുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നല്ല നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബർഗർ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചീസൊക്കെ എന്ത് രസമാണ് കഴിക്കാൻ. അതുപോലെ തന്നെ നഗറ്റ്സ് ആൻഡ് ഫ്രൈസൊക്കെ അടിപൊളിയായിരുന്നു. അവസാനം എല്ലാ സാധനങ്ങളും വാങ്ങി ഞങ്ങളത് റിട്ടേൺ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.